ഹോല അമിഗോസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നാട്ടിൽ പോവാണ് ഗൈസ്. എക്സൈറ്റിംഗ് ടൈംസ്. നാട്ടിൽ 2 കല്യാണമാണ് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത്. ഒന്ന് എൻ്റെ കസിൻ്റെ, ഒന്ന് ദിബിൻ്റെ കസിൻ്റെ. അപ്പോൾ അടിച്ചു പൊളിക്കാനാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. നെതർലാൻഡ്സിൽ നമുക്ക് തോന്നണ പോലെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് കല്യാണമാണ് അല്ലെങ്കിൽ ഹോളിഡേ ആണ് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് എങ്ങാനും ഹോളിഡേ സമയം അല്ലാതെ ഹോളിഡേക്ക് പോകണമെങ്കിൽ നമ്മൾ പെർമിഷൻ എടുക്കണം. അതിൻ്റെ പ്രൊസീജിയർ ഇത്, ഓ മൈ ഗോഡ്, ക്വൈറ്റ് ലോങ്. ടീച്ചർ അപ്രൂവ് ചെയ്യണം, മുനിസിപ്പാലിറ്റി അപ്രൂവ് ചെയ്യണം, അങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യാതെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നല്ല ഫൈൻ കിട്ടും. ഒരു ദിവസത്തിന് €250 വരെയാണ് ഫൈൻ. ഏപ്രിൽ മെയ് സമയത്ത്. അതുകൊണ്ട് പൊതുവേ ഞങ്ങൾ നാട്ടിൽ പോകാറില്ല, കാരണം ഇവിടെ ജൂലൈ ഓഗസ്റ്റിലാണ് ഒഫീഷ്യൽ ഹോളിഡേയ്സ്. പക്ഷേ നമുക്ക് ഈ തവണ സ്കൂളിൽ നിന്ന് എക്സെപ്ഷൻ രീതിയിൽ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു നാട്ടിൽ പോകാനുള്ള ഒരു ലീവ് ഒന്ന് സ്കൂളിൽ നിന്ന് പെർമിഷൻ കിട്ടാനും കാര്യങ്ങൾ കിട്ടാനും. എക്സെപ്ഷൻ രീതിയിൽ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോകാൻ സാധിക്കുകയാണ്. എല്ലാം എന്താ പറയുക, ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. സോ ഐം സോ എക്സൈറ്റഡ്. നാട്ടിൽ പോണത് നമ്മൾ അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിനാണ് ഇറങ്ങിയിട്ടുള്ളത്. നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവുന്ന എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ഓ മൈ ഗോഡ്. പോരാതിന് ഈ പ്രാവശ്യം കല്യാണം കൂടി ഉള്ളതുകൊണ്ടേ ഞാൻ ഡബിൾ എക്സൈറ്റഡ് ആണ്. ഷോപ്പിംഗ്, പ്ലാനിങ്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ മനസ്സിലോടണം. എൻ്റെ വീട് ആംസ്റ്റർഡാം റൈൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇപ്പോൾ പോണത് ഡോൺജിയുടെ വീട്ടിലാണ് ആദ്യം. കാരണം ഷോപ്പിങ്ങിന് മുന്നേ ഡോൺജിയുടെ വീട്ടിൽ ഒരു കുട്ടി എന്താ പറയുക ഹോപ്പ് ഓഫ് ഡോൺജിയുടെ കൂടെ ലഞ്ച് കഴിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഡാൻസ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. അപ്പോൾ അവിടേക്ക് പോകണ വഴിയാണ്. ഡോൺജിയുടെ വീട് സെൻട്രത്ത് അടുത്താണ്. ഇവിടുന്ന് ഒരു 15 minutes ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇന്നിപ്പോൾ നല്ല അടിപൊളി സണി വെതറാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ വെതർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരേ ദിവസം തണുപ്പ്, മഴ, വെയിൽ, ചൂട് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വെയിലുണ്ട്. ആ പേരിൽ ഞാൻ ലൈറ്റായ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പ് വരല്ലേ പ്ലീസ്. ഇതാണ് കേട്ടോ ആംസ്റ്റർഡാം റായിലെ ട്രെയിൻ ആൻഡ് മെട്രോ സ്റ്റോപ്പ്. ഇവിടുന്ന് മെട്രോ, ഈ കാണുന്ന മെട്രോ പിടിച്ചിട്ടാണ് ഞാൻ ബീസ്പർ പ്ലെയിൻ പറഞ്ഞ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കുട്ടി ട്രാം കൂടി കയറാണ്ട്. എന്നിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് അവിടെ നടന്നു പോയാൽ മതി ഡോൺജിയുടെ വീട്ടിലേക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈഡേ നമ്മൾ ഇവിടുന്ന് ബെൽജിയം ട്രാവൽ ചെയ്യുന്നുണ്ട്. ബെൽജിയത്തിൽ നിന്നാണ് നമ്മൾ കോഴിക്കോടേക്ക് വരുന്നത്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട്, വീക്ക് ഡേ ആയതുകൊണ്ട് ഈ ഒരു വീക്കിന് മാത്രമേ എനിക്ക് ഷോപ്പിങ്ങിനുള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ലെവൽ 1 ഷോപ്പിംഗ് ആണ് കേട്ടോ ഇന്ന്. പിന്നെ സൺഡേ ഒന്നും കൂടി ഷിബിനിയും കൂടി കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകണം. നമ്മൾ ശരിക്കും ആംസ്റ്റർഡാം സിറ്റിയിൽ വരികയാണെന്നുണ്ടല്ലോ, ഏറ്റവും നല്ല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് സൈക്കിളാണ്. കാരണം ഈ നല്ല വെതറിൽ സൈക്കിൾ ഓടിച്ചിട്ട് സിറ്റി സ്ട്രീറ്റ്സൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. നടക്ക് പോലും രസമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഡോൺജിയുടെ വീട്ടിൽ പോകുമ്പോൾ എന്ത് രസമാണ് നോക്കൂ. വിൻമില്ലുണ്ട്, കനാൽസ് ഉണ്ട്, പിന്നെ അതേ ഒരു സ്ട്രീറ്റ് മാർക്കറ്റുണ്ട്. ഇവിടെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന കുറേ ബാഗ്സ്. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഹലോ ഡോൺജി. Hello Deepaji. She was here, she's here, I know. Lunapi, can I come up? ബൗളിൽ പോകും നമുക്ക്. ബാ, ചാടല്ലേ, സ്റ്റോപ്പ് ചെയ്താലേക്ക് പിടിക്കാനുള്ള ധൈര്യമുള്ളൂ നിനക്കറിയാം. ലുണുമ, I smell something good. Stay Luna, stay Lunu. ചുഞ്ചടി. എക്സൈറ്റ്മെന്റ് താന്നു. ഓവർ സ്റ്റിമുലസ് ആയിരുന്നു. ഡോൺജിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുടെ. ഡോൺജി എനിക്ക് അടിപൊളി കാലറി ഡെഫിസിറ്റ് സ്മൂതി ഉണ്ടാക്കി തരാണ്. ലൂണൂനും വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട് കുറച്ച് ഹെൽത്തി ഈറ്റിംഗ് ആണ്. അതുകൊണ്ട് കാലറീസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോഴാണ് ഡോൺജി എന്നോട് പറഞ്ഞ് ഡോൺജി എങ്ങനെയാണ് കാലറി ചെക്ക് ചെയ്യണമെന്നും അതിൻ്റെ മെത്തേഡൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഡോൺജി എനിക്ക് വേണ്ടി ഒരു കാലറി ഡെഫിസിറ്റ് സ്മൂതി ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്മൂതി വെറും 235 കിലോ കാലറീസേ ഉള്ളൂ. 2 മാസമായിട്ട് സ്ഥിരമായി ജിമ്മിൽ പോകണമുണ്ടും പിന്നെ ഡയറ്റ് നന്നായി അത്യാവശ്യം നോക്കിയിട്ട് കഴിക്കണമുണ്ടും ഞാൻ 4 kilos വരെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഡോൺജി വീഗനാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വീഗൻ റാപ്പാണ്. നമ്മൾ ഈ ഡയറ്റൊക്കെ നോക്കി കഴിക്കുമ്പോൾ അധികം ഹൈ പ്രോട്ടീൻ റെസിപ്പീസിൻ്റെ ഒരു ഹണ്ടിൽ തന്നെ ആയിരിക്കും. നമ്മൾ മീറ്റ് പ്രോഡക്ട്സാണ് അധികം ഹൈ പ്രോട്ടീൻ തരണത്, പക്ഷേ എനിക്കതിഷ്ടമല്ല. അപ്പോൾ വീഗൻ റെസിപ്പി ഓപ്ഷൻ ഡോൺജി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വീഗൻ റാപ്പ് ഉണ്ടാക്കി തന്നു കേട്ടോ, ഹൈ പ്രോട്ടീൻ. We're going to do a rap. Cheers. Okay. Cheers. ക്രഞ്ചി ധോണി അത് കഴിക്കേണ്ട ഏരിയാണത്. ഓടിയോ? This is very nice. I like it. Simple, crunchy and very nice.
വീണ്ടും ടോഫു പ്രോട്ടീൻ ആണ്. അപ്പൊ ഡോഞ്ചി എനിക്ക് ഒരു അടിപൊളി ലോ കാലറി ഹൈ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി തന്നു. ലോ കാലറി ഹൈ പ്രോട്ടീൻ ലഞ്ച് ഉണ്ടാക്കി തന്നു. ഇത് രണ്ടും ഞാൻ കഴിച്ചു. ഇനി നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അല്ലേ ഡോഞ്ചി? ലൂണു യു വാണ്ട് ടു ഡാൻസ് വിത്ത് ഡോഞ്ചിയുടെ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ഈസ്തറ്റിക് പീസസ് ഒക്കെ കളക്ട് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഡോഞ്ചി വീട്. ഞാൻ ഇപ്പോൾ ദേ കുർത്തയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഡോഞ്ചി മാച്ചിങ് ഒരു ഷർട്ട് നോക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഡ്രസ്സ് എങ്ങനെയെങ്കിലും മാച്ച് ചെയ്യാൻ പോവാണ്. ഡാൻസ് എന്താകുമോ എന്തോ, എന്തായാലും വെരി എക്സൈറ്റഡ്. ഡാൻസിങ് ഈസ് ഓൾവേസ്. ഹൗ ഡു ഐ ലുക്ക്? ഗുഡ്. ഉടുപ്പിട്ട സ്ഥിതിക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് അനസ്റ്റാസിയയുടെ ഐബ്രോ ജെൽ. ഇത് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ലിറ്റ് പൈപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത് ലോകം കാണാത്തൊരു വീഡിയോ ഉണ്ട്. അതൊരു വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു. ഐ ലൈക്ഡ് ഇറ്റ്. ഡോങ്കി ലൈക്ഡ് ഇറ്റ്. പിന്നെ നമ്മൾ ദിവനെ കാണിച്ചിട്ട് ദിവൻ പറഞ്ഞു യു ഗൈസ് ക്യാൻ ഡു ബെറ്റർ ആൻഡ് ഐ വാസ് ലുക്കിംഗ് ലൈക്ക് എ ബോൾ ഇൻ ദാറ്റ്. സോ ദാറ്റ് പറഞ്ഞു കൂറായിട്ടുണ്ടെന്ന്. ഇല്ല അതുകൊണ്ട് മാത്രമല്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര കട്ട്സ് ഉള്ളതുകൊണ്ട് എഡിറ്ററിന് കഴിവില്ലാത്തോണ്ടാ വീഡിയോ ലോകം കണ്ടില്ല. ദിസ് ഇസ് സിംഗിൾ ഷോട്ട്. ഓക്കെ 1 2 3 4 1 2 3 4 പിന്നെ 1 2 3 4 1 2 3 4 പുള്ളി കൊയിലേ ചിരി കുടിക്കണം. അങ്ങനെയുണ്ടല്ലേ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഡാൻസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ടുഡേ നമ്മുടെ കൂടെ ലൂണാക്കിയും വരുന്നുണ്ട്. എനിക്ക് ഡോഞ്ചിനെ 2018 മുതൽ അറിയാം. പക്ഷെ ഡോഞ്ചിക്ക് എന്നെ 2020 മുതലേ അറിയുള്ളൂ. ഇതിൻ്റെ ഒരു കഥ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരണ്ടേ പ്ലേയിലും സമയം കിട്ടുമ്പോൾ. സോ ബ്യൂട്ടിഫുൾ. ദിസ് ഇസ് ഹെവൻ ഇൻഡീഡ്. പാർക്കിലെത്തിയപ്പോൾ ലൂണാപ്പി വാസ് സൂപ്പർ എക്സൈറ്റഡ്. ഓടുക ചാടുക കളിക്കുക നല്ല രസമായിരുന്നു ലൂണുവിന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ടൂൾസൊക്കെ ആയിട്ടാണ് പുറപ്പെട്ടു. കണ്ടില്ലേ ഡോഞ്ചി എനിക്കൊരു ടേപ്പ് തരണേ എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. സോ എൻ്റെ ചെവിയുടെ ഈ ഹോൾ ഭയങ്കര ചെറുതായതുകൊണ്ട് പല ഇയർഫോൺസ് എനിക്ക് കൊള്ളാറില്ല. സോ വി ആർ ടേപ്പ് ഒട്ടിക്കൽ. എപ്പോൾ ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എൻ്റെ ചെവി ഇത് ചാടിപ്പോയി. അപ്പോൾ എന്താ പാട്ട് എനിക്ക് കേൾക്കില്ല. ആൻഡ് ഭയങ്കര സ്ട്രെസ്. ഇത് ചാടിപ്പോലോ. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളിപ്പോൾ ഈ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന പാർക്കില്ലേ, ഇത് ഡോഞ്ചിയുടെയും ലൂണാപ്പിനെയും വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ്. അവർ സ്ഥിരം വാക്കിന് വരുന്ന ഒരു പാർക്കാണത്. അപ്പോൾ അവർക്ക് ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ സ്റ്റാൻഡിങ് ഒവേഷൻസ് കിട്ടി. എന്തിനാണെന്നറിയില്ല, ഇന്ത്യൻ ക്ലോത്ത്സ് ഇട്ട് ഡാൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ആകെ മൊത്തം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ കാലറീസൊക്കെ ഞങ്ങൾ ഡാൻസ് കളിച്ച് ബേൺ ചെയ്തിട്ടുണ്ട്. ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ഇന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു നഗ്ന സത്യം. ആദ്യം പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ഡാൻസ് കളിക്കുക. തട്ടിക്കൂട്ടി പഠിച്ച് ഡാൻസ് കളിക്കാൻ പോകരുത്. 1 മണിക്കൂർ 3 മണിക്കൂറായി മാറും. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഡോഞ്ചിയുടെ വീട്ടിൽ പോയി. ഇനി ഉടുപ്പൊക്കെ മാറി ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. കാരണം ശിവനെ പിക്ക് ചെയ്യണം. ശിവനെ പിക്ക് ചെയ്തിട്ട് വേണം ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് കേട്ടോ. ആംസ്റ്റർഡാം സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കില്ലേ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാൻ വലുതായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഐ ജസ്റ്റ് എൻജോയ് ഇറ്റ്. അതുകൊണ്ട് കിട്ടണ അവസരത്തിൽ ഞാനും ഡോഞ്ചി ഡാൻസ് കളിക്കും. ഡോഞ്ചി ശരിക്കും ഒരു അടിപൊളി ഡാൻസറാണ് കേട്ടോ. പിന്നെ എന്നെ പോലത്തെ ആളുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് അത്യാവശ്യം നല്ല പേഷ്യൻസാണ് ഡോഞ്ചിക്ക്. അതുകൊണ്ട് എനിക്ക് ഡോഞ്ചിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ആ ഒരു താളവും ആ സിങ്കും ആ വൈബൊക്കെ സെറ്റാണ്. ഒരു പ്രായം കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇൻട്രസ്റ്റ് ഹോൾഡ് ഓൺ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മുടെ ലൈഫ് ഭയങ്കര ബിസി ആയി പോകും. പക്ഷെ ഇതിൻ്റെ ഇടയിലും നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. എന്തൊരു കിതക്കലാണല്ലോ എനിക്ക് ഓടി സംസാരിച്ചിട്ടേ. കാരണം എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണമായിരുന്നു. വീട്ടിലല്ല, റായ് സ്റ്റേഷനിൽ ആക്ച്വലി പറഞ്ഞാൽ ദിബിൻ ശിവനെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ദിബിൻ ഇന്ന് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഉണ്ട്. സോ ഹി കനോട്ട് ബി ലേറ്റ്. അപ്പോൾ ദിബിൻ്റെ ടൈം പ്രഷറും കൂടി എടുത്തുകൊണ്ടായിരുന്നു ഞാൻ ഓടുന്നുണ്ടായിരുന്നു. ഞാൻ കാരണം പലപ്പോഴും ദിബിന് പല സ്ഥലത്ത് ലേറ്റ് ആവേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ ഇയറിലേ ഞാൻ നന്നാവാൻ തീരുമാനിച്ചതാണ്. പിന്നെ നമ്മൾ പിക്ക് ചെയ്തു. അച്ഛൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. ശിവും അമ്മയും കൂടി എവിടെ പോവാടക്കണ? സെൻട്രത്ത്. ശിവന് പോവാൻ ഇഷ്ടമാണോ? എന്ത് കാരണം സെൻട്രത്ത് വരാൻ ഇഷ്ടമല്ലാത്ത? സെൻട്രത്ത് ബോറാണ്. ശിവന് ഷോപ്പിംഗ് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മുടെ കൂടെ ഷോപ്പ് ചെയ്യുമ്പോൾ അമ്മ നിർത്തില്ലല്ലോ അല്ലേ? അമ്മ എൻഡ് ഓഫ് ദ ഡേ ആണ്, നൈറ്റ് ആകുമ്പോഴാണ്. അപ്പോഴത്തേക്കും ഓൾറെഡി ശിവൻ നാളെ ചിലപ്പോൾ തോട്ടു അച്ഛൻ്റെ കട.
എങ്ങനെ നാളെ സ്കൂളിൽ ഇല്ല. ഓ ശിവു അച്ചി രാവിലെ കോമ്പറ്റീഷനാണ്, ആരാണ് ആദ്യം റെഡി ആവുക സ്കൂളിൽ പോകാൻ ടൈമിന് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ശിവന് പേടി, ഇന്ന് ഞാൻ കുറേ നൈറ്റ് വരെ ഷോപ്പിംഗ് ചെയ്ത ശിവന് നാളെ അച്ഛനോടുള്ള കോമ്പറ്റീഷൻ തോറ്റു പോകുന്നു. നാളെ സ്കൂളിൽ അതൊന്നും രക്ഷപ്പെട്ടില്ലേ? നാളെ വീക്കെൻഡില്ലേ? യെസ്. അപ്പോൾ ഹാപ്പിയാണോ വരാൻ? ആണോ? നോ, വൈ? ബോറാണ്. വെൻ യു ഹാവ് എ ഷോപ്പഹോളിക് അമ്മ, ദിസ് ഇസ് പ്രിറ്റി നോർമൽ. ആൻഡ് ഈ ബോർഡം നമ്മൾ കുട്ടികൾ സഹിക്കണം. വാട്ട് എൽസ് ക്യാൻ യു ഡു? അല്ലേ? കുഴപ്പമില്ല, ചിലപ്പോൾ ഒക്കെ ബോറാവാം. ഇന്ന് ശിവനെ ചെറുതാക്കി ബോറാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ജസ്റ്റ് 1 hour ഷോപ്പിംഗ് ആണ്. വിവേകാനന്ദൻ വൈറലാണ് മൂവിയിൽ നിങ്ങളൊരു സ്റ്റേഷനിൽ എന്നെ മൂന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി കയറിയിട്ട് റോക്കിൻ സ്റ്റേഷനിലേക്ക് പോകണം. കണ്ണാ, ഈ സ്റ്റേഷന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? നന്ദി ആലോചിക്കേ. റോക്കിൻ എന്താണ്? അമ്മ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടില്ലേ? നമ്മുടെ ഷിബിബി ഫസ്റ്റ് ടൈം വാക്ക് ചെയ്തത് കൈ വിട്ടിട്ട് ഇവിടെ വെച്ചാ. ഓർമ്മണ്ടോ? അമ്മ വീഡിയോ കാണിച്ചെന്ന് ഓർമ്മണ്ടോ പൊന്നിന്? ഇപ്പൊ അവിടെ ബിഗ് ബോയ് ആയിട്ട് ഇങ്ങനെ നക്കാണ് നമ്മുടെ കൂടെ. ആ, ഈ ട്രെയിൻ എത്ര ഫാസ്റ്റ് പോകുന്നു? അത്ര ഫാസ്റ്റിൽ ഒരാൾക്ക് പോവാം. ശിവല്ല, ഉസൈൻ ബോൾട്ട്. ഹുസൈന. ഹുസൈന ആരാ? ബോൾട്ട് ആണോ? യുസൈൻ ബോൾട്ട്. യുസൈൻ ബോൾട്ട്. യുസൈൻ ബോൾട്ട് or cheetah? ചീത്ത obviously. What is the fastest animal in the world? ചീത്ത? No. Then? A peregrine falcon. ആണോ? Faster than the fastest car in the world. Oh my god. Thank you for educating Amma. Amma didn't know that. Oh, escalator നോക്കിയേ ഷിബിബി. It's like huge. Do you like to jump from here? No, I don't want to jump from anywhere. Okay, ആരാ ഫസ്റ്റ് നോക്കാം. ബാ. റോക്കിൻ സ്റ്റേഷന്റെ പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫേമസ് ഫാൻ സ്റ്റേപ്പിൾ കുക്കിയുടെ കട. ക്ലോസ്ഡ് ആണ് കണ്ണാ. വരൂ, ഇങ്ങോട്ട് വരൂ. ശിവന് അവിടുന്ന് ടോയ് വേണമായിരുന്നു, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. ഷോ. ഇതാണ് ഡാം സ്ക്വയർ, ആംസ്റ്റർഡാമിന്റെ സിറ്റി സ്ക്വയർ. ലൈവ്ലി ആയ ആംസ്റ്റർഡാം. സമ്മറായി വരണോണ്ട് രാത്രി 8 മണി ആയിക്കുന്നു കേട്ടോ. പക്ഷെ നല്ല വെളിച്ചം നോക്കൂ. ഇതൊരു 10 മണി വരെ നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര എക്സ്റ്റെൻസീവ് ഷോപ്പിങ്ങിനല്ല നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് 1 hour ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ വന്നത്. ചേച്ചിക്ക് നമുക്കൊരു ബാഗ് വാങ്ങാണ്ട്, പിന്നെ എനിക്ക് എൻ്റെ കസിൻസിനും കുറച്ച് മേക്കപ്പ് ഐറ്റംസും പിന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസും അങ്ങനെയൊക്കെ സാധനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് ബാഗ് ഓപ്ഷൻസൊക്കെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ശിവൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. കാരണം ശിവ് ഇസ് വെൽ ട്രെയിൻ. ചെറുപ്പം മുതൽ എൻ്റെ കൂടെ വരുന്നുണ്ട്. അവൻ നന്നായിട്ട് അഭിപ്രായങ്ങൾ പറയും. ദിസ് ഇസ് ഗുഡ് അമ്മ, ദിസ് ഇസ് നോട്ട് ഗുഡ് അമ്മ, അങ്ങനെയൊക്കെ. അങ്ങനെ 2-3 ബാഗ് ഓപ്ഷൻസൊക്കെ നോക്കി. പക്ഷെ നമുക്ക് തോന്നി വേറൊരു കടയിൽ പോയിട്ട് കുറച്ചും കൂടി നോക്കാം. രാമച്ച ഗന്ധർവഗാനം. ഷിവന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ശിവന് എൻ്റർടൈൻ ചെയ്യാൻ അവന് സ്പോട്ടിഫൈയിൽ അവൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ കേട്ടോ. ഞാൻ കുറച്ച് ഐ ഷാഡോ പാലറ്റ്സ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് ക്രീം ഐറ്റംസ് വാങ്ങിച്ചു, പിന്നെ കുറേ പെർഫ്യൂം ഐറ്റംസ് വാങ്ങിച്ചു. ആൻഡ് എന്തിനാണെന്നറിയില്ല, ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരാവശ്യമില്ലാതെ കുറേ സോക്സ് വാങ്ങിച്ചു. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നിയത് എനിക്ക് സോക്സിൻ്റെ കച്ചവടം വല്ലതും തുടങ്ങാനുള്ള പ്ലാനാണോ എന്നാണ്. എനിവേസ്, ഇറ്റ്സ് എ റാപ്പ് ഗൈസ്. ലെവൽ ഷോപ്പിംഗ് കഴിഞ്ഞു. 1 മണിക്കൂറിലേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൽ വാങ്ങാൻ പറ്റിയതൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇപ്പോൾ അമ്മയ്ക്ക് ശിവനും വിശക്കുണ്ട്. സോ നമ്മൾ ന്യൂയോർക്ക് പിസ്സയിൽ പോയിട്ട് പിസ്സ കഴിക്കാൻ വിചാരിച്ചു. പീറ്റ്സ് അവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ ഒരു മോഹം, ശിവന് ഈ ബോട്ടിൽ തുറക്കാൻ. കാരണം വെച്ചാൽ അവനത് യൂസ് ചെയ്യണം, അതിനത് കഴുകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം വീട്ടിൽ പോയി പീറ്റ്സ കഴിക്കാൻ റെഡിയാണ് നീ എങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ അമ്മ. അപ്പോൾ നമ്മൾ വേഗം തിരിച്ച് നടന്നു ട്രാം പിടിക്കാൻ. കാരണം ട്രാം പിടിച്ച് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ഒന്ന് മീലൊക്കെ കഴുകി ഫുഡ് കഴിക്കണം. അതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. നീണ്ടു നിവർന്ന ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഓൺലൈൻ ഓർഡർ എത്തിയിട്ടുണ്ട്. ഇതിൽ നാട്ടിൽ കല്യാണത്തിനുണ്ടാകുള്ള വെഡിങ് റിസപ്ഷൻ ഗൗണാണുള്ളത്. നല്ല ടയർഡാണ് അമ്മ. ഞാൻ നല്ല ടയർഡാണ്. ഷിബിബി ടയർഡല്ലേ? വാവ്, ഞാൻ ഭയങ്കര ടയർഡാണ്. ഈ ഓൺലൈൻ ഓർഡറിൻ്റെ പാക്കറ്റ് ഇവിടുത്തെ ഡെലിവറി ബോയ്സ് ഡോറിന് മുന്നിലിട്ടിട്ട് പോയിരിക്കുന്നു. എനിക്കിതിവിടെ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി. ഞാൻ പലപ്പോഴും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ആ കുറേ ഡെലിവറി ചെയ്യാനുള്ള മടി കൊണ്ട് ആൾക്കാർ പുറത്ത് വന്ന് എടുക്കണ്ടോ നോക്കാതെ ഡോറിലിട്ടിട്ട് പോകും. പിന്നെ ഈ ഏരിയ കുറച്ച് സേഫായിട്ട് ആരും എടുത്ത് പോയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും
എനിക്ക് സാധനം കിട്ടി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ciao ഫ്രം TMO ആൻഡ് ശിവബി. ശിവന് പുതിയ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അപ്പോൾ